ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും ചിതപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവമായ കർത്താവ് ഈ മണവാളിനെയും മണവാട്ടിയും അനുഗ്രഹിക്കണമേ എന്ന് താഴെയുള്ള ഗീതങ്ങൾ പാടി ആസ്വദിച്ചുകൊണ്ട് പട്ടക്കാരന് കുരിശു വരയ്ക്കുമ്പോൾ മണവാളിനും മണവാട്ടിയും അത് സ്വീകരിക്കുന്ന പ്രതീകമായ തലകളെ വണങ്ങി കുരിശു വരയ്ക്കുകയും ജനങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ ദേവ കൃപ ചെയ്യണമേ എന്ന് പാടി ആസ്വദിക്കുകയും ചെയ്യാം. പൂർവവിശോധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ, കൃപ ചെയ്യണമേ നീ. ആദം ഹൗവായൻ അവരെ വാഴ്ത്തി സർവേശൻ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ, കൃപ ചെയ്യണമേ നീ. സാറായൻ അവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ, കൃപ ചെയ്യണമേ നീ. ഇസക്കുറക്കായൻ അവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ, കൃപ ചെയ്യണമേ നീ. യാക്കോബുറാഹേലൻ അവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ, കൃപ ചെയ്യണമേ നീ. അശ്രനിൽ യൗസേബിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ, കൃപ ചെയ്യണമേ നീ. കർത്താവേ, അന്യോന്യൊന്നായി തീർന്നിരിക്കുന്ന നിന്റെ അടിയാറെ നിന്റെ ദാനങ്ങളെ ശുരത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവീക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. കർത്തനരാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. താരക്ഷയിൽ അവനേറ്റം വാദിക്കും. നന്മയിൻ അനുഗ്രഹം മുൻപിടുന്നവനേ നീ. ഹല്ലേലൂയ ഹല്ലേലൂയ. മാന്യമമുടെ തൻ ശിരസിൽ ചൂട്ടുന്നു ബാരക്കുമാർ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളെ സഹായം ചെയ്യണമേ.
തൻ്റെ മാലാഖമാർ തൻ്റെ സിംഹാസനത്തെ ചുറ്റും നിന്ന് തനിക്ക് വന്ദനമണിച്ചുകൊണ്ടിരിഞ്ഞ ആദ്യതമില്ലാത്ത വചനവും ധാരാളമായി തൻ്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെയും മേലും കരുണ ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വവാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടം സൗജന്യം ചെയ്യുന്നവനുമായി തൻ്റെ ശ്രേഷ്ഠത്തിന് സ്തുതി. എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമയരുമായി ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും ദയയുടെ ചിറകിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ ഈ നിന്റെ മക്കളെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും നീ ഇടയാക്കണമേ. സുന്ദരേ ബഹുസുന്ദരേ ശ്ലേമോൻ രാജൻ തിരുസഭയാം നിന്നെ വന്ദിക്കുന്നു. നാദരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി കുസുമം പോൽ സുന്ദരി സഭയെ നിന്നിൽ മാലിന്യമില്ലേ. മഷിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ എല്ലാവർക്കും വേണ്ടിയും എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മശിഹായുടെ സ്നേഹത്തിൽ അന്യോന്യം കീഴ്പ്പെടുത്തുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിന് എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷനും സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ ഭാര്യമാരും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹാ തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതും മാലിന്യവും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കമായതെനിക്ക് തന്നെ സഭയായതിനെ നിവർത്തിപ്പാൻ അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെന്ന പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സഹോദരന്മാരെ, നമ്മൾ അക്കത്തോടും ഭയത്തോടും മുടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ. കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശുദമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളിയും വളരെ പുരുഷാരം തൻ്റെ പിന്നാലെ ചെന്നോട് വെച്ച് അവരെ താൻ സൗഖ്യമാക്കിയും പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന്
അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തൻ നിന്റെ ഭാര്യ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരുടെ ഉത്തരമായി അരുളിച്ചത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രയും. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കിരീടങ്ങളും ഇവ വഹിക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്ന് ഇറങ്ങി മണവാളൻ രസിന്മേൽ കാഹന ചോട്ടേണുന്നു. ദമ്പതികളെയും മുടിയാ മണവരയെ സന്തോഷിപ്പിക്കാം. Mens maios soyagonoges legal soyoe klelo dugahno soyambarisa. അനുഗ്രഹം നിറഞ്ഞോരു വലങ്കൈ ഇവർ മേലാവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൽ മുടിയേയും വാഴ്ത്തിയിടണമേ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നേ ഇറങ്ങി മണവാളൻ രസിന്മേൽ കാഹന ചോട്ടേടുന്നു. നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ, നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നേ ഇറങ്ങി മണവാട്ടി രസിന്മേൽ കാഹന ചൂട്ടേടുന്നു. ദമ്പതികളെയും മുടിയാ മണവരയെ സന്തോഷിപ്പിക്കാം. Mens maios soyagonoges
soyoye klelo dugano soyam barise രക്ഷകൻ നീതിയിൻ മുടിയേ നിങ്ങൾക്കായി മുടങ്ങിയിടട്ടെ പിതൃപുത്ര വിശുദ്ധാത്മനോ സ്തോത്രം പാടിയിടുവിൻ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നേ ഇറങ്ങി മണവാട്ടീസേ രസിന്മേൽ കാഹന ചൂട്ടിടുന്നു. നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്ക് സ്തുതിന് കരയേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മസിയാ സത്യത്തിൻ്റെ മണവാത്മയോട് നിങ്ങളുടെ മണവാത്മയെ മുദ്രയിടട്ടെ. മസിയാ തൻ്റെ സഭയിൽ സന്തോഷിച്ച പോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലം കൈ നിങ്ങളുടെ മേൽ വന്ന് ആവസിച്ച് സകല ഉപദ്രവങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന് മാലാക നിങ്ങളോട് കൂടെ ഇരുന്ന അകൽകർസാട് വഞ്ചനയെ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊലുതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിശുദ്ധത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിൽ മേലും വസിക്കട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പത്ത് കൊണ്ട് നിങ്ങളെ സകല ഭാഗ്യങ്ങൾ കൊണ്ട് നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. മിസ്രയിൽ പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയെത്തുന്ന നിങ്ങളെ നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന സ്തുതി കരേറ്റുകയും ചെയ്യണം. ഓശോ മീൻ ഇളം കാറ്റത്തു കൊണ്ടുപോക ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്തനെ എന്നെ വേളിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയ ഞാൻ വിശുദ്ധനാം സത്യമണവാള കരുണ ചെയ്യന്നിൻ ശരണം നീയേ. കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും എൻ മണവറവുന്നതത്തിൽ നിൻ വകയായി വിളിച്ചേ നീ. ദേവാസുതനെ വലം കൈ നീട്ടി വാഴ്ത്തേണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൻമുടിയേയും നീ. വാഴ്ത്തുക നാഥ ദമ്പതികളെയും അവരാത്തിൽ വാഴ്ത്തുക ഇവരിൽ ജീവിതകാലം വെളിവിൻ ലോകേ നീ. വാഴ്ത്തിടുക നിൻ അടിയാർ വായ്കളിൽ സ്തുതിയേ നാദാ നേ. വാഴ്ത്തിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ
വാത്സല്യമുള്ള സഹോദരരെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവന്മാർ നമ്മെ ഫലമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്ന ഇവരോട് ഇവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. സ്ലീമാരുടെ മുൻപാകെയും വിശുദ്ധ എവൻഗേലിയന്റെ മുൻപാകെയും യോഗത്തിന്റെ മുൻപാകെയും ഹൃദയോചാരങ്ങളെ അറിയാത്തവന്റെ മുൻപാകെ അല്ല അറിയുന്നവന്റെ മുൻപാകെ എത്ര നിൽക്കുന്നെന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളിൻ്റെ മേലും മണവാട്ടിയുടെ മേലും വരുന്നതിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപരിക്കുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ചിട്ട് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രത്തിന് വകയില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തീയ കുടുംബജീവിതം വലിയ ചുമതലയും വലിയ പദവിയുമാണ്. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പരാധാരണയോടെ ജീവിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കണം. തിരുവചന ധ്യാനത്തിന് സഹായകരമായി നിങ്ങൾക്ക് നൽകുന്ന ഈ വേദപുസ്തകം നിങ്ങൾ രണ്ടുപേരുടെ ചേർന്ന് സ്വീകരിക്കണം. നിങ്ങൾ ഒരുമിച്ച് തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും ജാഗ്രത കാണിക്കണം. ഒരുമിച്ച് നിങ്ങൾ പള്ളി ആരാധന സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും ചെയ്യണം. ദൈവം നിങ്ങൾക്ക് നൽകുന്ന പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകരെന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനനിമിത്തത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കുമാറാണ്.